ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വിശുദ്ധീകരിക്കപ്പെട്ട പാത്രം എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം 15-ാം വാക്യം. കർത്താവ് അവനോട്, നീ പോക, അവൻ എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുൻപിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നൊരു പാത്രം ആകുന്നു. ഒരു വ്യക്തി സ്വയം സമർപ്പിക്കുകയാണെങ്കിൽ അവനെ വിശുദ്ധീകരിക്കപ്പെട്ട ഒരു പാത്രമായി ഉപയോഗിക്കുമെന്ന് കർത്താവ് വാഗ്ദാനം ചെയ്യുന്നു. സ്വയം ശുദ്ധീകരിക്കുക അല്ലെങ്കിൽ ശുദ്ധീകരിക്കുക എന്നതിനെക്കുറിച്ച് വീണ്ടും ധ്യാനിക്കാം. പഴയ നിയമകാലത്ത് പലതരത്തിലുള്ള സമർപ്പണ വിശുദ്ധീകരണങ്ങൾ ഉണ്ടായിരുന്നു. അവർ രക്തം തളിക്കുകയും അശുദ്ധി വിശുദ്ധീകരിക്കുകയും ചെയ്യുമായിരുന്നു. ഇത് ലേവ്യ പുസ്തകം 16-ാം അധ്യായം 19-ാം വാക്യത്തിലും എല്ലാ പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കാൻ പുരോഹിതന്മാർ പ്രായശ്ചിത്തം ചെയ്തു എന്ന് ലേവ്യ പുസ്തകം 16-ാം അധ്യായം 30-ാം വാക്യത്തിലും അവർ ശുദ്ധീകരണ ജലം കൊണ്ട് ശുദ്ധീകരിച്ചു എന്ന് സംഖ്യാപുസ്തകം 19-ാം അധ്യായം 12-ാം വാക്യത്തിലും കാണാൻ സാധിക്കുന്നു. പുതിയ നിയമത്തിൽ മനസാക്ഷിയെ ശുദ്ധീകരിക്കുന്നതിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, നിത്യാത്മാവിനാൽ കളങ്കമില്ലാതെ തന്നെ ദൈവത്തിന് സമർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ സേവിക്കുന്നതിനായി നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവമായ പ്രവൃത്തികളിൽ നിന്ന് എത്രയധികം ശുദ്ധീകരിക്കും. ഇത് എബ്രായർ 9-ാം അധ്യായം 14-ാം വാക്യത്തിൽ കാണാൻ കഴിയുന്നു. അവൻ തന്റെ രക്തത്താൽ നമ്മുടെ പാപങ്ങളെ സ്വയം ശുദ്ധീകരിച്ചു എന്ന് എബ്രായർ 1-ാം അധ്യായം 3-ാം വാക്യത്തിലും കാണാൻ സാധിക്കും. നാം നമ്മെ തന്നെ ശുദ്ധീകരിച്ചാൽ നമ്മെ വിശുദ്ധീകരിക്കപ്പെട്ട പാത്രമായി ഉപയോഗിക്കുമെന്ന് കർത്താവിന്റെ വാഗ്ദാനമാണ്. ശുദ്ധീകരണത്തിനുമായി പൂർണ്ണമായും സമർപ്പിച്ചിരിക്കുന്ന ഒരു അധ്യായമുണ്ടെങ്കിൽ അത് സങ്കീർത്തനം 51 ഈ സങ്കീർത്തനത്തിൽ ദാവീദ് രാജാവ് 3 കാര്യങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടാൻ അപേക്ഷിക്കുന്നു. 1. അവൻ തന്റെ ലംഘനങ്ങൾ മായ്ച്ചു കളയാൻ പ്രാർത്ഥിക്കുന്നു. 2. അവന്റെ അകൃത്യങ്ങളിൽ നിന്ന് അവനെ നന്നായി കഴുകാൻ അവൻ പ്രാർത്ഥിക്കുന്നു. 3. അവന്റെ പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കാനായി അവൻ പ്രാർത്ഥിക്കുന്നു. ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കൂ, ഞാൻ ശുദ്ധനാകൂ എന്ന് അവൻ നിലവിളിക്കുന്നത് സങ്കീർത്തനം 51-ാം അധ്യായം 2-ാം വാക്യത്തിലും 7-ാം വാക്യത്തിലും കാണാൻ സാധിക്കും. മോശയുടെ ജീവിതത്തിൽ ദൈവത്തിനൊരു വലിയ ഉദ്ദേശം ഉണ്ടായിരുന്നു. തന്റെ ജനത്തെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ച് കനാൻ ദേശത്തേക്ക് നയിക്കുക. ആ ദൗത്യത്തിനായി മോശയെ ദൈവം വിശുദ്ധീകരിക്കുകയും ഒരുക്കുകയും ചെയ്യണമായിരുന്നു. അവൻ മോശയോട് പറഞ്ഞു, നിന്റെ കാലിൽ നിന്ന് ചെരുപ്പുകൾ അഴിച്ചു കളക, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാണ് എന്ന്. ഇത് പുറപ്പാട് 3-ാം അധ്യായം 5-ാം വാക്യത്തിൽ കാണാൻ സാധിക്കും. പരിശുദ്ധനായ ദൈവം തന്റെ ദാസന്മാരിൽ നിന്ന് വിശുദ്ധി പ്രതീക്ഷിക്കുന്നു. 40 വർഷത്തോളം വിശുദ്ധീകരണ പ്രക്രിയയിലൂടെ ദൈവം മോശയെ കൊണ്ടുപോയി. ഫറവോന്റെ കൊട്ടാരത്തിൽ നിന്ന് താൻ പഠിച്ച എല്ലാ കാര്യങ്ങളും പഠിക്കാനും കർത്താവിൽ പൂർണ്ണമായി ആശ്രയിക്കാനും അവൻ മോശയെ പ്രേരിപ്പിച്ചു. അപ്പോസ്തലനായ പൗലോസിനെ തന്റെ സേവനത്തിൽ ഉയർത്തുന്നതിന് മുൻപ് അവനെ വിശുദ്ധീകരിക്കാൻ കർത്താവ് ആഗ്രഹിച്ചു. അവൻ പൗലോസിനോട് ആജ്ഞാപിച്ചു പറഞ്ഞു, എഴുന്നേറ്റ് സ്നാനമേറ്റ് കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിച്ച് നിങ്ങളുടെ പാപങ്ങൾ കഴുകുക എന്ന്. ഇത് അപ്പോസ്തല പ്രവൃത്തികൾ 22-ാം അധ്യായം 16-ാം വാക്യത്തിൽ കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവഭയത്തിൽ വിശുദ്ധി പൂർത്തീകരിച്ചുകൊണ്ട് ജഡത്തിലെയും ആത്മാവിലെയും എല്ലാ അശുദ്ധിയും നീക്കിക്കളഞ്ഞ് നമ്മെ തന്നെ ശുദ്ധീകരിക്കാമെന്ന് 2 കൊരിന്ത്യർ 7-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയപ്പെടുന്നു. ദൈവമക്കളെ, കർത്താവ് നിങ്ങളെ പല അനുഭവങ്ങളിലൂടെ നയിച്ചേക്കാം. വർഷങ്ങളായി നിങ്ങൾ കാത്തിരിക്കുന്ന നിങ്ങളുടെ ഹൃദയത്തിൽ ക്ഷീണിക്കരുത്. അവൻ നിങ്ങളെ വിശുദ്ധീകരിക്കുമെന്നും വിശ്വസിക്കുകയും അവന്റെ മഹത്തായ പ്രവർത്തനത്തിനായി നിങ്ങളെ സജ്ജമാക്കുകയും ചെയ്യുക. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം 1 യോഹന്നാൻ 1-ാം അധ്യായം 9-ാം വാക്യം. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ ഏഷ്യാവ് 7-8 അധ്യായങ്ങൾ, വൈകുന്നേരം എഫേസ്യർ 2-ാം അധ്യായം. ആമേൻ.